മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. വീക്കെൻഡ് എപ്പിസോഡെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ലൈവ് തുടങ്ങിയിരിക്കുകയാണ്. ലൈവിൽ നമുക്ക് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആദിലേനെയും നൂറയും കാണാം. കാരണം വേറൊന്നുമല്ല, ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ അക്ബറിൻ്റെ ദേഷ്യത്തെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അക്ബറിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയും അവിടെ വെച്ച് അക്ബറിൻ്റെ ഉമ്മയോട് സംസാരിക്കുന്നുണ്ട്. അത് നമ്മൾ എപ്പിസോഡിൽ കണ്ടതുമാണ്. എന്നാൽ ഇപ്പോൾ ഹൗസിനുള്ളിൽ എല്ലാവരും പറയുന്നത് അക്ബറിൻ്റെ ഉമ്മ അക്ബറിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആദിലയോടും നൂറയോടും വലിയ അടുപ്പം കാണിക്കണ്ട എന്നാണ്. അത് കേട്ട് ഇവർക്ക് ശരിക്കും സങ്കടമായി. അതിനെക്കുറിച്ച് സംസാരിച്ചാണ് ഇവരിപ്പോൾ ഈ സങ്കടപ്പെടുന്നതും കരയുന്നതുമെല്ലാം. കൺഫെഷൻ റൂമിൽ വെച്ച് അക്ബർ ഉമ്മയോട് സംസാരിക്കുന്നത് പ്ലാസ്മ ടിവിയിലൂടെ ബാക്കി കണ്ടസ്റ്റൻസ് എല്ലാം ലിവിംഗ് റൂമിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇവർ ഈ വിവരം അറിഞ്ഞത്. ആ ഒരു കാര്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടെന്ന് കരുതിയായിരിക്കാം ബിഗ് ബോസ് അത് ഡിലീറ്റ് ചെയ്തത്. നമ്മളെന്തായാലും സംഭാഷണത്തിൽ അങ്ങനെയൊരു സംസാരം കേൾക്കുന്നില്ല. എന്നാൽ ഹൗസിനുള്ളിലെ എല്ലാവരും ആ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവരും അത് പറഞ്ഞു തന്നെയാണ് സങ്കടപ്പെടുന്നത്. അപ്പോൾ ആദില നൂറയോട് പറയുന്നുണ്ട്, നമ്മൾ ഇതിനേക്കാളും ഒറ്റപ്പെടൽ പുറത്ത് അനുഭവിച്ചിട്ടല്ലേ വന്നത്, എന്തിന് നമ്മുടെ വീട്ടിൽ നിന്ന് പോലും നമ്മൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്, പിന്നെ ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. എങ്കിലും കേട്ടപ്പോൾ ഒരു സങ്കടം അതെനിക്കുമുണ്ടെന്ന് പറഞ്ഞ് ആദിലയും കരയുന്നുണ്ട്. ആദിലേനെയും നൂറയും വെച്ച് നോക്കുമ്പോൾ ആദിലയാണ് കുറച്ച് സ്ട്രോങ്. ആ സ്ട്രോങ് ആയ വ്യക്തി പോലും അത് ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ മതത്തിന് ഇതൊരു പ്രശ്നമായതുകൊണ്ടാവാം അക്ബറിൻ്റെ ഉമ്മ അങ്ങനെ സംസാരിച്ചത്. എങ്കിലും 3.5 കോടി ജനങ്ങൾ കാണുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇത്ര ലൈവായിട്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരായ പലരും ലൈവിൽ പറയുന്നത്. അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞത് തെറ്റാണെന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. എനിക്കും ആ ഒരു അഭിപ്രായം തന്നെയാണ്. കാരണം ഇവരോടൊന്ന് സംസാരിച്ചു എന്ന് കരുതി യാതൊരു തെറ്റുള്ളതായി എനിക്ക് തോന്നുന്നില്ല. അക്ബറിൻ്റെ ഉമ്മേനെ വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ ചിത്രീകരിക്കുന്നത്. ചിലപ്പോൾ അടുത്ത ആഴ്ച ഇത് അക്ബറിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഹൗസിനുള്ളിലും പുറത്തും അക്ബറിനും അക്ബറിൻ്റെ ഫാമിലിക്കും ഒരു നെഗറ്റീവ് ഇമേജാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് അക്ബറിൻ്റെ വോട്ടിനെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇനി അക്ബറിന് ഇതിനോടുള്ള നിലപാട് എന്താണെന്നറിയണം. കാരണം ഇതുവരെ അക്ബർ ആദിലയോടും നൂറയോടും സംസാരിക്കുന്നതൊന്നും കണ്ടില്ല. ഉമ്മ പറയുന്നതനുസരിച്ച് അക്ബർ ആദിലയോടും നൂറയോടും ഒരു അകൽച്ച കൊണ്ടുവന്നാൽ അത് അക്ബറിൻ്റെ ഇനി വരും ദിവസങ്ങളിലുള്ള നിലനിൽപ്പിനെ സാരമായി ബാധിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ഇത് അറിഞ്ഞ ആദിലയും നൂറയും സ്വയം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി വലിയ സംസാരത്തിനൊന്നും പോകുന്നില്ല എന്ന്. കാരണം അക്ബറിന് കുഴപ്പമുണ്ടായിട്ടല്ല, അക്ബറിൻ്റെ ഫാമിലിക്ക് അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ നമ്മളായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട എന്നൊരു തീരുമാനത്തിലാണ് ആദിലയും നൂറയും ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരായിട്ട് തന്നെ ഒരു അകൽച്ച സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അക്ബറിൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതൊരു തെറ്റായ കാര്യം തന്നെയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.